C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. മൈസൻ, രാവിലത്തെ പൂജ എങ്ങനെയുണ്ടായിരുന്നു? നിനക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്കിഷ്ടപ്പെടാനല്ലോ പൂജ നടന്നത്, ഫലം കിട്ടാനല്ലേ. അതിന്റെ ഫലം എന്താണെന്ന് ഈശ്വരൻ തീരുമാനിക്കട്ടെ. ഓ, ഗ്രേറ്റ് വേർഡ്സ്. നിനക്ക് ഇത്രയൊക്കെ വലിയ വാക്കുകൾ സംസാരിക്കാൻ അറിയായിരുന്നോടാ കണ്ണ? ഇനിയിപ്പൊ സംസാരിച്ചാലല്ലേ പറ്റൂ. അമ്മേ, ആ ഗജരാജാനന്ദ സ്വാമികൾ എങ്ങോട്ട് പോയി? സ്വാമികളെ പൂജ കഴിഞ്ഞ ഉടനെ ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞു പോയതാ. വൈകിട്ട് വരും. എന്തിനാ ഈ സ്വാമി ഇവിടെ താമസിക്കുന്നത്? പൂജ കഴിഞ്ഞിട്ട് തിരിച്ചു വയ്ക്കൂടെ? അമ്മ നിർബന്ധിച്ചിട്ടാണോ? ഏയ്, നോ നോ നോ, ഇതെല്ലാം മണിവർണ്ണ സ്വാമികളുടെ തീരുമാനമല്ലടാ കണ്ണ. DK പറഞ്ഞതിനോടാ എനിക്ക് യോജിപ്പ്. പൂജ കഴിഞ്ഞ് തിരുമേനി ഇവിടെ താമസിക്കുന്നതില് ഒരർത്ഥവുമില്ല. അത് DK ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാ. മായേ, നോ സ്പീക്കിംഗ്. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അത് മതി. അല്ല, നീ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. നീ ഇരിക്ക്. ഇല്ല, ഏട്ടൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. അത് വേണ്ട, വായിരിക്കെ. ഞാൻ എടുത്തോളാം ഏട്ടാ. ഞാൻ എടുത്തു തരാം. മതി മതി മതി. ഇങ്ങനെയാണെങ്കിൽ വിളമ്പിക്കൊടുക്കുന്ന മാത്രമല്ല, വാരിക്കൊടുക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. കഴിക്ക്. വേണ്ട. കേട്ടില്ലേ? മടുത്തു, എനിക്കിത് കാണാൻ വയ്യ. നിനക്കിത് എന്തിന്റെ കേടാതാരെ? അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ അടുത്തിടപഴകുന്നത് അത്ര വലിയ കുറ്റമാണോ? ഇടപഴകിക്കോട്ടെ, അതെങ്ങനെയാണോ? ഭാര്യയ്ക്കും ഭർത്താവിനും സ്നേഹം പ്രകടിപ്പിക്കാൻ വേറെ എന്തെല്ലാം ഇടങ്ങളുണ്ട്. ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ പരസ്യമായിട്ട് വേണോ? ഹലോ ബേട്ടീസ്, നിങ്ങളുടെ കുശുമ്പും കുഞ്ഞാമ്മയും പറിച്ചില്ലേ ഇതുവരെ തീർന്നില്ലേ? അമ്മ കേൾക്കണം, ഞങ്ങൾ ആരുടെയും കുശുമ്പും കുന്നായ്മയൊന്നും പറഞ്ഞതല്ല. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് DKയും ജ്യോതിയും തമ്മില് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട വല്ല കാര്യമുണ്ടമ്മേ? അവര് പ്രേമിക്കോ കെട്ടിപ്പിടിക്കോ ചോറ് വാരി കൊടുക്കോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. പക്ഷെ അതൊക്കെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് വേണോ? ഒന്നും ഇല്ലേലും ഞങ്ങൾ DKയുടെ മരുമക്കളല്ലേ. നോ ബേട്ടീസ്, ലൈഫിൽ ലവ് വന്നാൽ പിന്നെ എപ്പോഴും ലവ് ആയിരിക്കും. നിങ്ങൾ നല്ല മരുമക്കൾസ് അല്ലേ? അവരുടെ ലൈഫേ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാ. ദാറ്റ് ഈസ് ഗോഡ്, ദേവി മൂകാംബിക. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് താമസം മാറ്റുന്നതാ നല്ലത്. അതെ,
എന്നാലേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ബേട്ടി, നിങ്ങൾ അവരുടെ പിന്നാലെ നടന്ന് കുശുമ്പും കുഞ്ഞായ്മയും കാണിച്ച് ലൈഫ് കളയാതെ യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കി എൻജോയ് ചെയ്. അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ബാംഗ്ലൂർക്ക് പറഞ്ഞയച്ച DK അല്ലേ? അവര് വരും, യു വെയിറ്റ്. ഞാൻ തന്നെ ഇന്ന് എത്ര വട്ടം ശ്രീയേട്ടനെ വിളിച്ചു, ഒന്ന് ഫോൺ എടുത്തുകൂടിയില്ല. ഗോകുലേട്ടനും കണക്കാ മരക്കോന്തൻ. ഇപ്പൊ വിളിക്കാന്നും പറഞ്ഞ് ഇന്നലെ ഫോൺ വെച്ചതാ. പിന്നീട് ഇതുവരെ ഒരനക്കവും ഇല്ല. അത് നിങ്ങളുടെ കുഴപ്പമാ. എന്ത് കുഴപ്പം? ഞങ്ങൾ എന്ത് കുഴപ്പം കാണിച്ചെന്ന് അമ്മ പറയുന്നേ? നിങ്ങക്കേ ലവ് ചെയ്യാൻ അറിയില്ല. ലവ് എന്ന് പറഞ്ഞാലേ ഫയർ പോലെയാ, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. നിങ്ങളെ ആ ഫയർ കാത്തു സൂക്ഷിക്കണം. അവന്മാര് നിങ്ങളുടെ ലവിന് വേണ്ടി പിന്നാലെ വരണം. ഓക്കേ? അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ സ്നേഹം സത്യമോ? സ്നേഹം സത്യമായ മാത്രം പോരാ, ഇൻട്രസ്റ്റിംഗ് കൂടി ആയിരിക്കണം. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. എന്നാലേ ലവ് ബ്യൂട്ടിഫുൾ ആകത്തുള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെയാ സ്നേഹം കാണിക്കുന്നത്? അതിന് ഞങ്ങൾ ഇനി വല്ല കോച്ചിങ് ക്ലാസ്സിലും പോയി പഠിക്കണോ? എവിടെയാ അതിന്റെ കോച്ചിങ് ക്ലാസ് എന്ന് പറഞ്ഞാ ഞങ്ങൾ പോയി പഠിച്ചോളാം. അതിന് കോച്ചിങ് ക്ലാസ് ഇല്ലെന്ന് ആരടി പറഞ്ഞത്? നിങ്ങളുടെ ഉള്ളിൽ തന്നെയാ നിങ്ങളുടെ ലവിന്റെ കോച്ചിങ് ക്ലാസ് നടക്കുന്നത്. അതെ, നിങ്ങൾ ആ ക്ലാസ് കണ്ടെത്തണം. നിങ്ങളുടെ ഹസ്ബൻഡ് വേണ്ട ലവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ലവ് വളർത്തണം. എന്റെ ഹസ്ബൻഡിനെ ഞാൻ എങ്ങനെ ലവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതേ വൈഫിന്റെ ചുമതലയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.